ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിൽ ഒന്നാം സ്ഥലത്ത് നമ്മൾ കാണുന്നു. അവിടെ വിധിവാചകം ഉച്ചരിച്ചത് ആരാണ്? പീലാത്തോസാണ്. പക്ഷേ ആ നിയോഗം അയാളിൽ നിക്ഷേപിച്ചത് ദൈവമാണ്. യേശുവിന് അത് അനുവദിച്ചു നൽകുന്നതും ആരാണ്? ദൈവമാണ്. തന്നോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ബോധ്യമുള്ളവർക്ക് അവിടുന്ന് അനുവദിച്ചു നൽകുന്ന വിധി കഠിനമാണ്. ഏറ്റവും വലിയ ഉദാഹരണം പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ തന്നെയാണ്. വിധിവാചകം ഉച്ചരിക്കപ്പെടുന്ന കുരിശിന്റെ വഴിയിലെ ഒന്നാം സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നാം വിധിയെന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കുന്നത്. ആശ്രയിക്കാൻ ആരുമില്ല, ഒന്ന് തോൾ ചായ്ച്ച് കരയുവാൻ പോലും ആരുമില്ല, ഒരു സ്നേഹവാക്ക് എവിടുന്നും കേൾക്കുന്നേയില്ല, എല്ലാം നന്നായി വരും എന്ന് ബലം തരാൻ ആരുമില്ല, ഉപകാരം സ്വീകരിച്ച ആരും ആവശ്യ നേരത്തില്ല, എല്ലാവരും ഉണ്ടായിട്ടും അനാഥനെ പോലെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവിതമെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? വിധിവാചകം കേട്ടു നിൽക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിക്കുക. അവിടുത്തെ ആ നിൽപ്പും നമ്മുടെ ഈ നിൽപ്പും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സ്നേഹമുള്ളവരെ, നമ്മെ ഒറ്റയ്ക്ക് നിർത്തുവാൻ നിയോഗം കിട്ടിയവർ നമ്മെ ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നു. ആ വിധിയിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചിരിക്കുന്നു. ചെടിത്തോട്ടം നട്ടു വളർത്തിയ ആൾ തന്നെയാണ് കയ്യിലൊരു കത്രിക കൊടുത്ത് തോട്ടക്കാരനെ പറഞ്ഞു വിട്ടത്. ചിലതൊക്കെ മുറിച്ച് മാറ്റുവാൻ വേണ്ടി, നഷ്ടപ്പെടുത്തുവാൻ. വളവും വെള്ളവും തന്ന് വളർത്തിയതുകൊണ്ട് തൻ്റെ ഒരില പോലും തോട്ടക്കാരൻ നുള്ളിക്കളയില്ല എന്ന് ചെടി വിചാരിച്ചാൽ അതിന് പാടേ തെറ്റി. ചിലതൊക്കെ നുള്ളി മാറ്റിക്കൊണ്ടാണ് അവിടുന്ന് പൂർണ്ണത വരുത്തുന്നത്. ആലോചിച്ചാൽ ജീവിതത്തിൽ നിന്നും നുള്ളി മാറ്റപ്പെട്ടവയല്ലേ നമുക്ക് അല്പം കൂടി കരുത്തും പൂർണ്ണതയും നൽകിയത്? അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നതാണ് ഒന്നാം സ്ഥലത്തെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.